പടച്ച തമ്പുരാനെ ആരത് ഇപ്പൊ തന്നെ കുടിച്ചിക്കാണ്ട് പൗതിയാക്കിയേ കുളിച്ചോ അന്റെ പോറം ഞാൻ പൊളിച്ചു ഞാൻ അന്റെ വാപ്പ പിലാച്ചോട്ടിൽ നിന്റെ കാര്യം വേറൊരു കാര്യമുണ്ട്. 3 കല്യാണം കഴിക്കും. 1 പോരാ, 2 പോരാ, 3 കഴിക്കും. 3 കല്യാണം കൊടുത്തല്ലേ സാറേ ആരാ കുടിച്ചു എന്നുള്ളത് പാത്രം കൊണ്ട് എറിയ എന്റെ ഏട്ടക്കൗത്തി അടുക്കേ കരഞ്ഞോ. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ കൃഷ്ണൻകുട്ടിയെ ഇതിന്റെ കൈ ഒന്ന് തുന്നി നല്ലൊരു സാധനം കൊടുത്തിട്ട് അന്നെ തീർത്തേക്ക് അത് എന്റെ കുടുംബത്തിൽ അടക്കുള്ളൂ എന്റെ കുടുംബത്തിൽ അടക്കൂല. കാരണം 3 നല്ല കയ്യാണ്. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ എങ്ങനെയൊക്കെ കിട്ടില്ല. കുഞ്ഞാപ്പു കുഞ്ഞാപ്പു എവിടുന്നാണ് പേര് ഒച്ച കേക്കുണ്ട്. ഈ രേഖ ദാമ്പത്യ സുഖത്തിന്റെയാണ്. പക്ഷെ തനിക്ക് ദാമ്പത്യ സുഖമില്ല. ഭാര്യ തെറ്റിപ്പോയിരിക്കണു അല്ലേ? അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് ചില്ലുവാനം എന്താണ് ആരത് കുടിച്ചാണ്ട് പൗതിയാക്കിയേ? ഞാനല്ല, അതിന് ഓട്ടം ഉണ്ടാവും. ആരെ പറഞ്ഞു? ഇതിന് ഓട്ടൊന്നുമില്ല. ശരിയാണ് ശരി, ഞാൻ പറഞ്ഞില്ലേ. അതാണ് സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഭാര്യ തെറ്റിപ്പോകുന്നതിന് കാരണം നിങ്ങളുടെ സ്നേഹിതന് ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ ഒരു 20 സെന്റ് ഇത് നോൻ പറക്കുമ്പോ വെള്ളം കലക്കി കുടിച്ചാണേ. ഇതൊരു ഒറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി, മനസ്സിന്റെ ക്ഷീണാണ് വിടുവേ. ഇത് എനിക്കല്ല എനക്കൊക്കെ ഉപകാരപ്പെടും. എന്നാലും പിറ്റേ ദിവസം നോൻ പോയിക്കോളൂ. എന്നിട്ട് ഇതൊരു പങ്കില്ല ഇല്ല. മനസ്സങ്ങളെ ഒലക്കമല വർത്താനം പറയല്ലേ. സലാമേ, ഞാൻ എങ്ങനെ കരുതില്ലോ. നിങ്ങളെവിടെ വെച്ചിന്? ഫ്രിഡ്ജില്. അത് നീരാവിയായി ഉണ്ടാവും. നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് തീരെ അറിയില്ലല്ലേ? സയൻസ് ഇതൊന്നും വിശ്വസിച്ചാണ്ടല്ലോ. മൂപ്പര് നുണ പറയാണ്. ലജ്ജല്ലേ പറഞ്ഞ സത്യം മാത്രമല്ല പറയാന്ന്. കാരണം അപ്പത്തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇന്നത്തോടെ തൃപ്തിയായി. കുട്ടി ഞാൻ പറയും. 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിന് എങ്ങനെ പൊന്നു? അപ്പൊ ഊഷ്മാവ് വരെ പറ്റിയ ഉപ്പുമാവ് വരെ. ഉപ്പുമാവല്ല, ഊഷ്മാവ്. ഇതിന്റെ പേരത്താണ് റൂഹി. എന്നാ റൂഹ് കൊണ്ടുപോയിക്കണേ. എന്നോട് സംസാരല്ലേ ഇപ്പൊ. അവിടെ ഇരുത്തേ, അത് കേസിൽ കിടന്ന പറമ്പാണ്. ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ തമ്പുരാനെ റൂഹ് കൊണ്ടുപോയി. റൂഹ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്തും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് പൗതിയാലും കിട്ടിയില്ല പറ്റിയ. വരൂ ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും. സത്തമ്മ സത്യം പറയുള്ളൂ. അതെ, കയ്യിൽ നോക്കിയാലോ? വേണ്ട. പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് റൂഹ് കൊണ്ടുപോയിന്നോ? ആരെന്ന് കുടിച്ചാൽ ഞാനല്ലേ. പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നല്ല എനർജി ഉണ്ട്. അതിനെയാണ് ഇത് കൊടുത്തു വെച്ചിരിക്കണം. എന്തിനാ വെറുതെ പൈസ കളയാനായിട്ട്? ഇതൊക്കെ വെറുതെ തട്ടിപ്പാ. അതിലൊക്കെ കുറെ സത്യങ്ങളുണ്ട്. എത്ര പൈസ? വെറും 100 റുപ്യ. 100 റുപ്യ വഴിക്ക് പോയില്ലേ? ഓ വഴി അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? അതെന്താ? എന്നാ നോമ്പ് ഓർക്കുമ്പോ ഇതായിട്ടാണ് നിങ്ങൾ വെള്ളം കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറി എല്ലാ നോമ്പ് നോക്കും. തന്നെ നല്ല ടേസ്റ്റ്. പുൽസു എന്തിനാ പാത്രം കൊണ്ട് എറിഞ്ഞു പുൽസോ? ഒരു 50 റുപ്യ തരും. 50 റുപ്യ കണക്ക് ഞാൻ കാണിച്ചു തരാടാ. ഇരിക്കാം രണ്ടാളും. എന്തേത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നത് ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ്. 2025 ഇനി നമ്മൾ ജിമ്മിന്ന് സെറ്റ് ആവണ്ടേ? ഞാനില്ല, ഈ മാസം നമ്മളെ പറ്റിച്ചുകൊണ്ട്. എന്തിന്? പെണ്ണുങ്ങൾ ജിമ്മിന് എന്നിട്ട് അറിഞ്ഞാണ്ട് ഫുള്ള് വയസ്സം. പുതിയതായി കല്യാണം കഴിഞ്ഞാണല്ലേ? പുതിയതായിട്ട് ഒരു കാർ എടുത്തിട്ടുണ്ടല്ലേ? ഞാനെന്തി പറഞ്ഞത് ഇതിനൊക്കെ ആ കണ്ടുകൊണ്ട് മാസം ഞാൻ പൈസ എടുക്കും. സംഭവിച്ച് പറഞ്ഞ ശരിയാണ്, പെണ്ണുങ്ങളുടെ ഒരു റെങ്കനാണ്. വീട്ടിൽ വെച്ചാണ് മസിൽ കൂട്ടിയാ പോരാ. ഇത് എന്നാ നോക്കാ, ഇതേത് മില്ലിന്ന് എടുത്താൻ കഴിയും? ഒരു സത്യം ഉണ്ടെന്ന് പറഞ്ഞില്ല എന്നോട് ഞാൻ. എല്ലാം കൊണ്ടും സുഖമാണ് നിങ്ങളുടെ കാര്യം. തത്തമ്മേ പറയട്ടെ, ഇന്നലെ ലോട്ടറിയിൽ ഒരു 5 പോടിന്റെ ടൗസർ കാണുന്നില്ല, വല്യപ്പാട് ടൗസർ ഇട്ടാണ് പോകുന്നു. അത് നന്നായി. മാഷാ, അസ്സലാമു അലൈക്കും. എല്ലാം പറയാൻ ഇത് ദർശന, ഇത് ജിം സെന്റർ ആണ്. പോയി വർക്കൗട്ട് ചെയ്തൂടെ? 5000 റുപ്യ കിട്ടിയില്ലേ?
ചേട്ടനാ വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട് എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവ്വാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കാം. 50 അല്ല 100 തന്നെ വരും. സത്യങ്ങൾ ഇങ്ങോട്ട് പോരെ, സത്യങ്ങൾ ഇങ്ങോട്ട് പോരെ. അവിടെ എവിടെ തത്തമ്മേ, ഡബിൾ സത്യങ്ങൾ വരട്ടെ, ഡബിൾ നിക്ക് 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 എന്ത് കോലട ചങ്ങായിമാരെ, പണി കഴിഞ്ഞാണ്ട് അതേ കോലത്തിനാണ്ട് കയറി വരല്. വേർപ്പ് നാറിയിട്ട് വയ്യ. സത്യങ്ങൾ വരട്ടെ. ഇവളല്ലാതെ നിനക്കൊരു ഭാര്യ കൂടി ഉണ്ടങ്ങ് ശിവകാശിയിൽ. ഞങ്ങൾക്ക് പറയാണ്ട് ഇങ്ങനെ പള്ളുള്ള ജിബു മാസ്റ്റർ ഞങ്ങൾ വേറെ കണ്ടിട്ടൊന്നുമില്ല. ആ ചെമ്പ് മുണങ്ങിയാരി വലിയൊരു പള്ളിയിട്ട് വന്നു. നിങ്ങൾ രണ്ടാളും ചെലക്കണ്ട, ഇത് ഒറ്റ പേക്കാണ്, അല്ലാതെ സിസ്റ്റം. പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ് മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പ വർക്കൗട്ട് ചെയ്തോടി രണ്ടും കൂടി. ഇത് ഉണ്ടാക്കാൻ പറ്റ പാട് എനിക്ക് അറിയുള്ളൂ. ഇത് പുഷപ്പാ അത് എന്തടി എടാ ഇത് മൂടപ്പാണ്. വെറുതെ അല്ല, ഇവിടുത്തെ പടക്കൊന്നും പൊട്ടില്ല എന്നും പറഞ്ഞ് ശിവകാശിത്തെ പടക്കം വാങ്ങിയ പൊട്ടുള്ളൂ എന്ന് പറഞ്ഞു. സാറേ ഇവിടെ മയ്യത്ത് ഓടെ ഇറങ്ങിക്കോട്ടെ. ഓ കറക്റ്റ് ഫീസ് തന്നെയാണ്, നിങ്ങളെ മാതിരിയല്ല. മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്, അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും. മുണ്ട എന്നാ എടാ പൊട്ട ഒന്നുമില്ലാതെ ഇങ്ങനെ പൊക്കിണ്ട്. ഒരു കാര്യം ഉണ്ടാ, ഞാൻ കാണിച്ചു തരാം. എടാ ഞാൻ കണ്ടിട്ടാ കണ്ടിട്ടാ പറഞ്ഞിട്ട് അവിടെ പോണത് ആ പടക്കം ഈ പടക്കം മാറ്റണ്ട, ആ പടക്കം ഈ പടക്കം. ഒന്നും പറയണ്ടില്ല, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് തന്നെ താങ്ങാൻ പറ്റും. താമടാതെ കട്ട മോനെ. അപ്പൊ ശരി എന്നാൽ വനജേ, വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ പക്ഷിശാസ്ത്രേ പക്ഷിശാസ്ത്രേ ഭൂതം ഭാവി വർത്തമാനം, ഭൂതം ഭാവി വർത്തമാനം. കട്ടിട്ട് കട്ടിട്ട് പോകാൻ കട്ടിടാൻ പോകും. നിങ്ങൾ രണ്ടാളും ഇത് കളിച്ചിട്ട് ഒരു പ്രയോജനം. എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ, ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ഇല്ല, നിങ്ങൾ രണ്ടാളും നല്ല മന്തി മൊറാട്ടി നിന്നില്ല. തിന്നരുത് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ തിന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും പോയിട്ട് ലെഗിനെ കളിക്ക്. ഇങ്ങനത്തെ കാട്ടുക അല്ലെങ്കിൽ മരുന്നുണ്ടാ, അത് വെച്ചാണ് ചെയ്യാം. ബാഗിലുണ്ട്. ആണാ പണിക്കുമ്പോ വെക്കണ്ടാണ്. നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞു? അതല്ലടാ, രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? ലെഗിനാണ് മോനെ, നാളെ പണി കിട്ടും, നിർബന്ധമാണ്. ബാഗിലുണ്ട്. മരുന്നോടൊന്നും കാര്യമില്ല മോനെ. തന്ത തന്നൊരു പണി നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം, നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. നോക്കാം. അതോക്കെ അല്ല, ആശാനും അടുപ്പിലും ദൂരല്ലേ? ആനോ കുടുംബി കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവർത്തിൻമുഖരെ നുണയൻ. ഇതിന് മാറിയുന്ന അല്ല മാഷ അവിടേക്ക് അവിടെ ഇരിക്കും. അത് തിന്നു പോയാൽ മതി. നിങ്ങൾ എന്താ പറഞ്ഞിട്ട് മന്തി നമുക്ക് അറാമാണ്, പൊറാട്ട നമുക്ക് കറാത്താണ്. ഇത് നിങ്ങൾ എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്കുന്ന ഇരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുഫ്താനങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ അടുത്ത ഗുരു തിന്നിട്ട് ഇവിടെ നിന്നാണ്ട് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കില്ല. നിങ്ങൾക്ക് ഞാൻ എന്താ ചുമക്കാൻ പൈസ കൊടുത്താണോ? നിങ്ങൾ വന്നോടെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പൊറാട്ട വായു ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. നക്ഷത്രം തുരങ്കമോന